പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വാൽറസ് ഓപ്പറേറ്ററിനെ കുറിച്ചാണ്. വാൽറസ് ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പൈത്തൺ 3.8 ആൽഫ വേർഷനിലാണ്. വാൽറസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് വളരെ പുതിയൊരു ഓപ്പറേറ്റർ അല്ല. പാസ്കൽ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ വാൽറസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിരുന്നതാണ്. വാൽറസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കോളൻ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിളാണ്. വാൽറസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എക്സ്പ്രഷനുകളുടെ ഭാഗമായി വരുന്ന വേരിയബിളുകളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാനാണ്. വാൽറസ് ഓപ്പറേറ്ററിന് ആ പേര് വരാൻ കാരണം ഈ കോളിന് നീർനായയുടെ കണ്ണുകളോടും ഈക്വൽ ടു എന്നുള്ളതിന് നീർനായയുടെ നീണ്ട പല്ലിനോടും സാമ്യമുള്ളതിനാലാണ്. അപ്പോൾ ഈ വാൽറസ് ഓപ്പറേറ്റർ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ട സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഉദാഹരണമായിട്ട് ഞാൻ നമ്പർ ഈക്വൽ ടു 10 എന്ന് ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിക്കാം. അതിനുശേഷം പ്രിന്റ് നമ്പർ പ്ലസ് 10 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 20 എന്ന് പ്രിന്റ് ചെയ്ത് കാണാൻ കഴിയും. ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൺട്രോളും ബാക്ടിക്കും അടിക്കുന്നു. അതിനുശേഷം പൈത്തൺ walrus.py. ഇപ്പോൾ നമുക്ക് നമ്പർ പ്ലസ് 10 എന്നുള്ളത് 20 എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ചേഞ്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതായത് നമ്പർ ഒന്നുകൂടെ പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്നായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്പർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഈക്വൽ ടു നമ്പർ പ്ലസ് 10 എന്നുള്ള അസൈൻമെൻറ്റ് എക്സ്പ്രഷൻ ഇവിടെ എഴുതിയെങ്കിൽ മാത്രമാണ് നമ്പർ ഇപ്പോൾ 20 ആവുകയുള്ളൂ. എന്നാൽ എനിക്ക് അസൈൻമെൻറ്റ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അത് ചേഞ്ച് വരണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വാൽറസ് ഓപ്പറേറ്റർ അവിടെ ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് പ്രിന്റ് നമ്പർ കോളൻ ഈക്വൽ ടു നമ്പർ പ്ലസ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസൈൻമെൻറ്റ് എക്സ്പ്രഷൻ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അതായത് നമ്പർ ഇപ്പോൾ 20 ആവും. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പ്രിന്റ് നമ്പർ എന്നുള്ളത് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് വാൽറസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഈ അസൈൻമെൻറ്റ് എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ചേഞ്ച് ഉണ്ടായി. വാൽറസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇതുവരെ ഡിക്ലെയർ ചെയ്യാത്ത ഒരു വേരിയബിളിൻ്റെ അകത്തായിട്ടും വാല്യൂസ് അസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഉദാഹരണമായിട്ട് ഞാൻ യൂസറിൻ്റെ അടുത്ത് 3 ലെറ്ററിൽ കുറവുള്ള ഒരു വേർഡ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ വേർഡ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ എ വേർഡ് ദാറ്റ് കണ്ടെയ്ൻസ് ലെസ് ദാൻ 3 ലെറ്റേഴ്സ്. ഇനി യൂസർ 3 അതിലധികമോ ലെറ്ററുള്ള വേർഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 അതിലധികമോ ലെറ്ററുള്ള വേർഡാണ് താങ്കൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ലെറ്ററുകളുള്ള വേർഡാണ് താങ്കൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു വേർഡ് എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടണമെന്ന് വിചാരിക്കുക. അത് നമുക്ക് വാൽറസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇഫ് എൻ വാൽറസ് ഓപ്പറേറ്റർ len ഓഫ് വേർഡ്, ഇവിടെ വേർഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ ലെങ്ത് കാണുകയും അത് n എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തായിട്ട് അസൈൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കുന്ന 3 ലെറ്ററിൽ കൂടുതലുള്ള വാക്ക് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഇത്രയും ലെറ്ററുള്ള വാക്കാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 3ൽ താഴെ ലെറ്ററുള്ള വാക്കുകൾ എൻ്റർ ചെയ്യാൻ പറയാനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗ്രേറ്റർ ദാൻ 3 യൂസ് ചെയ്തിരിക്കുന്നത്. പ്രിന്റ് ഇവിടെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എഫ് സ്ട്രിങ് യൂസ് ചെയ്യാം. യുവർ വേർഡ് ഹാവ് n ലെറ്റേഴ്സ്, പ്ലീസ് എൻ്റർ വേർഡ് വിത്ത് ലെസ് ദാൻ 3 ലെറ്റേഴ്സ്. ഇങ്ങനെയൊരു മെസ്സേജ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വാൽറസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിരുന്നില്ല എങ്കിൽ n ഈക്വൽ ടു len ഓഫ് വേർഡ് എന്ന് പറഞ്ഞ് അഡീഷണൽ ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഞാനൊരു ലൈനും കൂടി എഴുതേണ്ടി വന്നേനെ. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ 3 ലെറ്ററിൽ കുറവുള്ളൊരു വാക്കാണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് ഈസ് എന്ന് ഞാൻ എൻ്റർ ചെയ്യുന്നു. ഈ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ കഴിയില്ല. അടുത്തായിട്ട് നമുക്ക് 3 ലെറ്ററിൽ കൂടുതലുള്ള ഒരു വാക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ പൈത്തൺ എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ യുവർ വേർഡ് ഹാവ് 6 ലെറ്റേഴ്സ്, പ്ലീസ് എൻ്റർ വേർഡ് വിത്ത് ലെസ് ദാൻ 3 ലെറ്റേഴ്സ് എന്ന് പറയുന്നൊരു മെസ്സേജ് കാണാം. അപ്പോൾ ശരി, വീണ്ടും കാണാം.